പിടിച്ചോരാരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ആ മഹാനായ ഗൗസുൽ ആദം തങ്ങള് പഠിപ്പിച്ചത് ലോകത്തിന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ മഹാൻ ഞങ്ങൾക്കെതിരാകൂലേ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്താന പരമ്പരയിലെ മുത്തുമോനായ തങ്ങളല്ലേ? അതേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പരമ്പരയിലല്ലേ? അവിടുന്ന് കുതുബല്ലേ? ആ മഹാനാണ് പറഞ്ഞത്, അകന്നു നിന്നോ, ബിദ്അത്തുകാരുമായി അകന്നു നിന്നോ. മൻ അഹദസ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദി ആകണമെന്നില്ല, പുത്തൻവാദി ആകണമെന്നില്ല. പിന്നെയോ പുത്തൻവാദിക്ക് കൂട്ടുനിന്നാൽ, പുത്തൻവാദിക്ക് ഒത്താശ ചെയ്താൽ, പുത്തൻവാദിക്ക് അത് അനുകൂലമായി നിന്നാൽ. ഇമാം ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയാണ്, വല്ലവരും പുത്തൻവാദി ആയാൽ അല്ലെങ്കിൽ ആയവന്റെ കൂടെ നിന്നാൽ, പുത്തൻവാദി ആണോന്നില്ല, ഫഅലൈഹി, അവന്റെ മേലുണ്ട് ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക, മലക്കുകളെ ശാപമുണ്ട്, വന്നാസി അജ്മഈൻ, സർവ സജ്ജനങ്ങളുടെയും ശാപമുണ്ട്. അള്ളാന്റെ ലഅനത്തുണ്ട്, മലക്കുകളെ ലഅനത്തുണ്ട്, സർവ സഹാബികളുടെയും ലഅനത്തുണ്ട്. പുത്തൻവാദിക്കുമുണ്ട്, അവന്റെ കൂടെ നിൽക്കുന്നവരുമുണ്ട്. അതുകൊണ്ടും തീർന്നില്ല. ഹബീബായ നബി തങ്ങൾ പറയുന്നു, അതേ ലായുന്നതോ, അല്ലാഹ് കബൂൽ ചെയ്യൂല. പടച്ച റബ്ബേ, മരം കോച്ചുന്ന തണുപ്പിൽ എഴുന്നേറ്റ് പ്രായമുള്ള അതേ വാർദ്ധക്യമുള്ള സുന്നികൾ നിസ്കരിച്ചു, സുഖമില്ലാഞ്ഞിട്ട് ഹെമ്മം ചെയ്ത് നിസ്കരിച്ചു, കഴിയാഞ്ഞിട്ട് വീൽ ചെയറിൽ ഹജ്ജിന് പോയി, അതേ അധ്വാനിച്ചുണ്ടാക്കിയ പണം സക്കാത്ത് കൊടുത്തു, വളരെ വിശന്ന് നോമ്പെടുത്തു. ഒരു കർമ്മവും സുന്നിയല്ലാത്തവരിൽ നല്ല സ്വീകരിക്കൂല. സുന്നിയല്ലാത്തവന് സഹായിക്കുന്നവരിൽ അല്ലാഹു കബൂൽ ചെയ്യൂല. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാരാണ്? സർവ തങ്ങന്മാരുടെയും ഉപ്പാപ്പയായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നതാരാണ്? സർവ തങ്ങന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഗുരുവര്യരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ഞങ്ങൾ തുറന്ന് പറയാതെ, ഞങ്ങൾ വലിയ പണക്കാരുണ്ട് മുജാഹിദില്, അതേ സ്വാധീനമുള്ളവരുണ്ട് മുജാഹിദില് എന്ന് വെച്ച് ഞങ്ങൾ ആലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീന് പറയാതെ ഞങ്ങൾ മൂടി വെച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കതമ ഇൽമൻ, വല്ലവരും ഇൽമു മൂടി വെച്ചാൽ, ഇൽമു മൂടി വെച്ചാൽ, അൽജമഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ ചങ്ങലക്കിടും, ബിലുജാമിൻ മിനന്നാർ, അതേ തീക്കട്ട കൊണ്ടുള്ള ചങ്ങല കൊണ്ട് ആലിമിനെ ചങ്ങലക്കിടും എന്ന് ഹബീബായ നബി തങ്ങൾ പറയാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഈ അടുത്ത് നമ്മുടെ സംഘടനയല്ല, മറ്റൊരു സംഘടനയിൽപ്പെട്ട ആദരണീയരായ ഒരു സയ്യിദ്, അതാ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് പച്ചയായി പറഞ്ഞത് ഞാൻ കേട്ടു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പുത്തൻവാദി സലാം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ സലാം മടക്കിയില്ല. പുത്തൻവാദി ആയതുകൊണ്ട് പറഞ്ഞു എന്ന് ആ ബഹുമാന്യരായ സയ്യിദ് അവറുകൾ പറഞ്ഞത് ഞാൻ ഈ അടുത്ത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഈ റബ്ബിന്റെ ദീൻ മൂടിവെച്ച് പണ്ഡിതന്മാർ നരകത്തിൽ പോയി. അതാ ഈ
തീക്കട്ടയുടെ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട് കൂടല്ലോ. അതിലെല്ലാ പണ്ഡിതന്മാരും ഒന്ന് യോജിച്ച് നീങ്ങണേ. അത് പേരോടിന്റെ വക പറയുകയല്ല. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ പറഞ്ഞില്ലേ, വത്തിഫാഖി സലഫിൽ ഉമ്മത്തി, ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല, ഒരു മഹാനും 3 നൂറ്റാണ്ടിൽ തർക്കമില്ല. അലാ ദമ്മിൽ മുബ്തദിയതി, പുത്തൻവാദിയെ ആക്ഷേപിക്കണം, വമുഹാജറതിഹിം, അവരുമായി പിണങ്ങി നിൽക്കണം, വഖതിയ സുഹബതി മഅഹും, അവരുമായി ബന്ധം മുറിച്ചു കളയണം. അങ്ങനെ വേണമെന്നതിൽ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല. ഈ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം, ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതിനെതിരെ നീങ്ങുന്നവർക്കാണ് മുബ്തദി എന്ന് പറയുന്നതെന്ന് പണ്ഡിതന്മാര് പറയുകയാണ്. അതുകൊണ്ട് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു ഇമാമിനും തർക്കമില്ലാത്ത ഈ സുന്നി വിരുദ്ധരെ അകറ്റി നിർത്തുകയെന്ന ആശയം അത് കേരളത്തിലുടനീളം പ്രചരിപ്പിക്കാൻ എല്ലാ നീ പണ്ഡിതന്മാർക്കും നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. മുസ്ലിം സമുദായത്തിനെ കുഫറിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പണ്ഡിതന്മാർക്ക് നെഞ്ഞൂക്ക് നൽകണേ അല്ലാഹ്. പണ്ഡിതന്മാർക്ക് ശക്തി പകരണേ അല്ലാഹ്.